വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ എവിടെയാണെന്ന് മനസ്സിലായോ? ഞങ്ങൾ വീണ്ടും ഹാങ്ങിങ് ഗാർഡൻ എത്തി. അപ്പം പിള്ളേർക്ക് ഇവിടെ സ്കേറ്റിങ്ങിൻ്റെ ഏരിയ ഉണ്ട്. ഞാൻ നിങ്ങളെ സ്കേറ്റിങ്ങിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഹീഡാപ്പി അത്യാവശ്യം സ്കേറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവനെ ഇവിടെ സ്കേറ്റിങ്ങിന് കൊടുക്കുന്ന ഹായ് പറഞ്ഞേ. നല്ല തണുപ്പെന്ന് പറഞ്ഞ തണുപ്പ് നല്ല തണുപ്പെന്ന് പറ. ഹായ് പറഞ്ഞേ. അങ്ങനെ ഹീഡാപ്പി സ്കേറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. അവൻ മറ്റേ സേഫ്റ്റി ഹെൽമെറ്റും നീയിൽ ഇടുന്നത് ഒരു പാടുണ്ട്, നീ പാടും, പിന്നെ ഹാൻഡിൻ്റെ ഇടുന്ന, അതായത് ഓൾ സേഫ്റ്റി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഒട്ടും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഹെയ്ഡിനെ ഒന്ന് പുറത്തേക്ക് ഒരു സ്കേറ്റിങ്ങിൻ്റെ ഏരിയയിലേക്ക് വിടുന്നത്. അപ്പം നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ അവിടെ ഇങ്ങനെ സ്കേറ്റിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മോസ്റ്റ്ലി ആരും സ്കേറ്റിംഗ് ഷൂവേ പോകുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. വളരെ കുറച്ച് പേര് മാത്രമാണ് സ്കേറ്റിംഗ് ഷൂവേ പോയിക്കൊണ്ടിരുന്നത്. ഹെലമോളാണെങ്കിൽ അവിടെ ഒരു ബൈക്ക് പോലൊരു സാധനം കൊണ്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൾക്കത് ഓടിക്കാൻ മടിയായിരുന്നു. ഇച്ചു കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തെങ്കിൽ അവളിങ്ങനെ ഓരോരുത്തരെ നോക്കി അതുവഴി ഇങ്ങനെ നടക്കുകയോ ചെയ്തേ. ഇതിപ്പോൾ ഹെയ്ഡനെ ഇച്ചു പിടിച്ചൊന്ന് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. അല്ലെങ്കിൽ അവൻ ഉറപ്പായിട്ട് അതിൽ സ്ലിപ്പായി വീഴാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ഇച്ചു ഹെൽപ്പ് ചെയ്തു. ഇതൊരു ഹമ്പ് പോലെയാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഇതുവഴി ഇങ്ങനെ ഈ സ്കേറ്റിംഗ് ഷൂവിൽ ഓടി കയറാനായിട്ട് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങിയ ഒരു വേവ് മോഡലിലാണ് ഇത് കിടക്കുന്നത്. അപ്പം ഇച്ചു അവനെ ഹെൽപ്പ് ചെയ്തു. ഹെലമോൾ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ നടക്കത്തില്ല. കാരണം പിന്നെ അവളത് ഒന്നും വയ്യാത്ത കാരണം വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് നടന്നു പോയി. പിന്നെ അവിടെ ചെന്നിട്ട് അവൻ താഴേക്ക് സ്ലോപ്പ് ആയതുകൊണ്ട് അവിടെ നിന്ന് പോകാനായിട്ട് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഇച്ചു അവിടെ നിന്നിട്ട് അവളെയും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കുട്ടികൾ അവിടെ വന്നേക്കുന്നത് കൊണ്ട് ഇതുങ്ങളിങ്ങനെ ഇടവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ നമുക്ക് പേടിയായിരുന്നു. ആരെങ്കിലും വന്ന് നമ്മൾ ഇടിക്കുമോ അല്ലെങ്കിൽ ഇവർ പരസ്പരം ഇടിച്ച് വീഴുമോ എന്നൊക്കെ. ഇതൊരു ഈവനിങ് വ്യൂ ആട്ടോ. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് പോയത്. എന്ത് രസമായിരുന്നു എന്ന് ചോദിച്ചാൽ അപ്പാ പോയി തന്നെ കാണണം കേട്ടോ. ഈ വീഡിയോയിൽ എന്തോരം അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. ഇച്ചു മാക്സിമം അവനെ അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആശാൻ അത് തന്നെ പോകാൻ പഠിച്ചു. ആ സ്ഥലത്തൂടെയൊക്കെ ആൾക്കാരെ ഇടിക്കാണ്ടൊക്കെ നല്ലപോലെ പോയി. പക്ഷേ കുറേ പ്രാവശ്യം വീണു. പിന്നെ ഇച്ചുവിന് സങ്കടം തോന്നി. കാരണം ഹെലൻ ഈ സൈക്കിൾ എടുത്തുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നിയിട്ട് പിന്നെ ഇച്ചു കുറേ പ്രാവശ്യം അതുവഴി ഇങ്ങനെ മറ്റു പിള്ളേർ ഓടിക്കുന്ന പോലെ അവളെ ഹെൽപ്പ് ചെയ്തു. പിന്നെ സ്ട്രെയിറ്റ് കൂടെ വരാനൊക്കെ അവൾക്ക് അത്യാവശ്യം അറിയാം. അതുവഴി വിട്ടു പോകുന്നതാണ് കാണുന്നത്. പിന്നെ ഹെയ്ഡാപ്പി ആണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ കുറേ പ്രാവശ്യം അത് കണ്ടില്ലേ, ഈ കാണുന്ന രീതിയിൽ കയറാൻ നോക്കിയെങ്കിലും ആൾക്ക് കയറാൻ പറ്റിയില്ല. ഹെലമോൾ പിന്നെ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഒരു ബോളൊക്കെ ആയിട്ടാണ് പോയേ. ആ ബോളിട്ട് കളിക്കുകയൊക്കെ ആയിരുന്നു അവിടെ. അങ്ങനെ ഹീഡാപ്പി ഇവിടെ ഈ സൈഡിലത്തെ ഹമ്പിൻ്റെ മുകളിലൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ആക്ച്വലി സ്കേറ്റിംഗ് ഷൂവിനെ കഴിഞ്ഞും സ്കേറ്റിംഗ് ബോർഡ്സ് ആയിരുന്നു കൂടുതലും പിള്ളേർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇതുപോലുള്ള സൈക്കിളുകൾ, ഹെലൻ കൊണ്ട് നടക്കുന്ന സൈസ്, ഒരു കാലിൽ ഇങ്ങനെ പോകുന്ന സൈസ് സൈക്കിള്. ഹീഡാപ്പി അത്യാവശ്യം ടിജോ ഓടിക്കയറി അങ്ങനെ ഹെൽപ്പ് ചെയ്താണ് പിന്നെ അവനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി നല്ല പാടാണ്. കാരണം ഇത് ടയറിൽ ഇങ്ങനെ പോകുന്നത് കാരണം നമ്മൾ ചിലപ്പോൾ കൺട്രോൾ നിൽക്കത്തില്ല.
നമ്മളും കൂടെ ചിലപ്പോൾ എടുത്തടിച്ച് വീഴും. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലിപ്പറിയാണ്. ഞാൻ ഹേബലിനെ കൊണ്ട് ഒരു സൈഡിലിരുന്നതേ ഉള്ളൂ. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഹെയ്ഡാപ്പി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഹെയ്ഡാപ്പി നല്ലതുപോലെ കയറാനായിട്ട് പഠിച്ചു. ആ വേവേ കൂടെ ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ പോകാൻ പഠിച്ചു. അതിനൊരു ടെക്നിക്കുണ്ട്. ആ ഒരു ടെക്നിക്ക് പിള്ളേർക്ക് മനസ്സിലാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് നല്ലതുപോലെ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഈ സ്കേറ്റിംഗ് ഷൂവിൽ ബ്രേക്കൊക്കെ ഉള്ളത്, പക്ഷേ ഈ വേവ്സ് പോലെ കിടക്കുന്നിടത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ ഒരു സ്ലിപ്പറിയും കൂടി ആകുമ്പോഴത്തേക്കും ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. നമ്മൾ തന്നെ നടന്നിട്ട് തെന്നുമായിരുന്നു അതുവഴി നടന്നിട്ട്. പിന്നെ ഒരുപാട് പിള്ളേരും ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയ ഒത്തിരി നല്ലതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പിള്ളേർക്ക് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നല്ലൊരു ഇതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ആക്ച്വലി ഇവർക്കിത് നല്ലതുപോലെ ഒന്ന് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഹെയ്ഡാപ്പിക്ക് അങ്ങനെ നമ്മൾ എവിടെയും ട്രെയിനിങ്ങിനൊന്നും വിട്ടിട്ടില്ല. ഇവൻ ഇവിടെ വീട്ടിൽ കൂടെ തന്നെ നടന്നും വീണു ഒരുപാട് പ്രാവശ്യം വീണിട്ടാണ് ഇത്രയൊന്ന് ബാലൻസ് ആയത്. പിന്നെ പഠിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടുമായിരിക്കും ആൾ പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുത്തത്. എനിക്ക് എൻ്റെ ജോലിക്കൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ഭയങ്കര പേടിയായിരുന്നു, വേറെ ആരെങ്കിലും ഇടിച്ചിടുവോ അല്ലെ ആരെങ്കിലും വന്ന് ഇടിക്കുവോ എന്നൊക്കെ. പക്ഷെ എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഹെയ്ഡൻ കുറേ പ്രാവശ്യം വീണു, നല്ല വീഴ്ചകളൊക്കെ വീണു. പിന്നെ ഹെൽമെറ്റും ഒക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് വലിയ കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു പോയി. പിന്നെ ഹെലമോൾ ചുമ്മാ ഓടി നടക്കുമായിരുന്നു അതിനിടവഴി. പിന്നെ കുറേ നേരം കുറേ ബോളും കൊണ്ട് നടന്നു, സൈക്കിളും കൊണ്ട് നടന്നു. അല്ലാതൊന്നും പ്രത്യേകിച്ച് അവൾക്ക് അവിടെ ചെന്നിട്ട് സൈക്കിൾ ചവിട്ടണം എന്നുള്ള വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരുടെയും കൂട്ടത്തിൽ ഇങ്ങനെ ഓടി നടക്കാനും കളിക്കാനും ഒക്കെ ആയിരുന്നു വലിയ ഇൻട്രസ്റ്റ്. അങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് ചുമ്മാ താഴേക്ക് നിരങ്ങുക, അതാണ് ഹെലൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഹെയ്ഡാപ്പി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് അവൻ ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ ഞങ്ങളൊരു കട്ടൻ കാപ്പി കുടിക്കുവാണ് ഇവിടുന്ന്. കട്ടൻ കാപ്പി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഹെയ്ഡാപ്പി തന്നെ ആ സ്ലോപ്പിൽ കൂടെ ഒക്കെ പോകാനായിട്ട് പഠിച്ചു. ഇതാ ഇങ്ങനെ പോകണതാണ് കാണുന്നത്. പിന്നെ കുറേയൊക്കെ തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഇത്തിരി പാടാണ്, പക്ഷെ എന്നാലും മാക്സിമം ട്രൈ ചെയ്ത് അതിൻ്റെ മുകളിൽ കയറി. ഹെലമോളാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്, പക്ഷേ അവിടെ ഡേഞ്ചറാണ്. താഴോട്ട് ഇങ്ങനെ ഭയങ്കര സ്ലിപ്പാണ്. നല്ലതുപോലെ പഠിച്ചവർക്ക് മാത്രമേ അതുവഴി പോകാൻ പറ്റുള്ളൂ. ആ നൈറ്റ് ടൈമിലും ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. അത് ഫുൾ ടൈം ഉണ്ട് കേട്ടോ. അത് തുറന്നടയ്ക്കുന്നിടം വരെ ഇതിങ്ങനെ പോകുന്നുണ്ട്. ഹെലമോളാണെങ്കിൽ ഹെയ്ഡാപ്പി പോകുന്ന കണ്ടിട്ട് പോയതാണ്, എടുത്തടിച്ച് സൈക്കിളിൽ നിന്ന് വീണു. പക്ഷെ ഒന്നും പറ്റിയില്ല, വേഗം പോയി സൈക്കിൾ എടുത്തുകൊണ്ട് തിരിച്ചു വന്നു, നമ്മുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഞാനും വെച്ചു ആ സൈഡിൽ നിന്നുകൊണ്ട് ഹെയ്ഡനെ എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹെയ്ഡാപ്പി ഇതാ ഇപ്പോൾ ഇങ്ങനെ പോകുന്ന കാണുന്നത്. നല്ല നല്ല രസമായിട്ട് ബ്രേക്ക് പിടിക്കാനും പോകാനും വീഴാതെ പോകാനും ഒക്കെ പഠിച്ചു. അങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് അവസാനം തന്നെ തിരിച്ച് ഓടി തന്നെ ആ ടയർ കൊണ്ട് കയറാൻ പഠിച്ചു. ഇരിക്കാണ്ട് തന്നെ ഓടി കയറാനും പഠിച്ചായിരുന്നു.
കുറേ നേരം ഹെയ്ഡാപ്പി സ്കേറ്റിംഗ് എല്ലാം ചെയ്തു. അതിന് ശേഷം നമ്മൾ വിചാരിച്ചു നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ കാറിനകത്ത് വെച്ചിട്ട് ഇവരെയും കൊണ്ട് മേളിലുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട്, അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഹെലമോളും ഹെയ്ഡാപ്പിയും ഹേവലൂട്ടനും കൂടെ നടന്നു പോകുന്നതാണ് കാണുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആ വെള്ളത്തിൻ്റെ വ്യൂ അടിപൊളിയായിട്ട് കാണാം. അതുകൊണ്ട് പൂക്കൾ എന്ത് രസമാണെന്ന് നോക്കി, സൈഡ് വഴിയൊക്കെ പൂക്കളും നടുക്ക് നട കാര്യങ്ങൾ, അയ്യോ അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് ആളുകൾ അവിടെ വന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളം നല്ല രസമായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നൈറ്റ് വ്യൂവിൽ ഈ വീഡിയോയിൽ കാണുന്നതിലൊക്കെ ഒത്തിരി ഭംഗിയാണ് കേട്ടോ. കാരണം നല്ല കളറിലാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നത്. ഒരു വയലറ്റ് ഷെയ്ഡാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തോന്നുന്നത്. നമ്മൾ നല്ല വെട്ടത്തിൽ കാണുമ്പോൾ, അതായത് ഡേ ടൈമിൽ കാണുമ്പോഴത്തേക്കും ഒരു പ്യുവർ വൈറ്റായിട്ട് നമുക്ക് കാണാം വെള്ളം. പക്ഷേ ഈ ഈവനിങ് വ്യൂ ആകുമ്പോഴത്തേക്കും ഈ ഒരു ലൈറ്റിങ്ങും സെറ്റിങ്സ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാനേ തോന്നില്ല, അത്രയും അവിടെ നിന്നിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. അതുപോലെ തന്നെ ആ ഒരു തണുപ്പുള്ള ക്ലൈമറ്റ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ടണലാണ് കേട്ടോ. ഇതിൻ്റെ ആ റോഡാണ് കാണുന്നത്, മെയിൻ റോഡും പാർക്കിങ്ങും ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മേളിലാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ നൈറ്റ് വ്യൂ ടോപ്പ് വ്യൂ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പോയിട്ട് ടോപ്പ് വ്യൂ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ടോപ്പ് വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ടോപ്പ് വ്യൂവിലെത്തി. പിള്ളേരെ ഒന്നും പുറത്തേക്ക് ഇറക്കിയില്ല. ഇവിടെ ഞാൻ മാത്രം പോയി ഷൂട്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതുവഴിയാണ് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റും. ഇതാ ഇപ്പോൾ കാണുന്നതാണ്. ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം തിരിച്ചിറങ്ങുമ്പോൾ പൈസ അടയ്ക്കേണ്ട സ്ഥലമാണ് ഇവിടെ കാണുന്ന. വണ്ടികളൊക്കെ ക്യൂവിൽ വരുന്നത് കണ്ടോ. ഇതാണ് അതിൻ്റെ പാർക്കിംഗ് ഏരിയ. താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു എന്താ പറയുന്നത്, ഫുൾ ലൈറ്റിങ്ങോട് കൂടി ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വെള്ളച്ചാട്ടമാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ. ഇവിടെയാണ് കുട്ടികൾ സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏരിയ. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വേണ്ട പിള്ളേർ കളിക്കുന്ന ഏരിയ, പ്ലേ ഏരിയ കാര്യങ്ങൾ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് മറ്റേ നമ്മുടെ വെള്ളച്ചാട്ടം. ഇത് രസമെന്നൊക്കെ. ആക്ച്വലി നമ്മൾ ഇന്നിവിടെ വന്നത് ഹെയ്ഡന് വേണ്ടിയിട്ട് സ്കേറ്റിംഗ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഹെയ്ഡൻ കുറേ നേരം, ഓൾമോസ്റ്റ് 1 hour 1.5 hour നമ്മൾ ഹെയ്ഡൻ സ്കേറ്റിംഗ് ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം പ്ലേ ഏരിയയിൽ പിള്ളേർ കളിച്ചു. അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഹെയ്ഡൻ്റെ എക്സ്പെഷ്യലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ഹെയ്ഡൻ്റെ ഒരു സ്കേറ്റിങ്ങിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം എൻജോയ് ചെയ്ത് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടുത്തെ സമയം 8 മണിയാവുന്നു. അപ്പോൾ നമ്മൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you with another video. Bye bye. Take care.